എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വീട്ടിലെ വ്ളോഗല്ല, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പാലുവിൻ്റെ കൂടെയുള്ള വ്ളോഗാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ന് നമ്മുടെ കോളേജിൽ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഷോസ് ഉണ്ടാവും. കോളേജിൽ രേവയിൽ പഠിച്ച് പോയ ആൾക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ രേവ യൂണിവേഴ്സിറ്റി, ഞാൻ രേവയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് ഷോസ് ഉണ്ടാവും, കാരണം നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ബ്രാഞ്ചിലും എന്തെങ്കിലും ചെറിയൊരു പരിപാടി നടന്നാലും നമ്മുടെ പെർഫോമിംഗ് ആർട്സിന് പ്രോഗ്രാം അവിടെ ഉണ്ടാവും. അതിപ്പോൾ ചെറിയൊരു സ്റ്റേജിന് ഇനോഗ്രേഷൻ ആവട്ടെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് ആവട്ടെ, എന്താണെങ്കിലും നമ്മളായിരിക്കും പെർഫോം ചെയ്യുക. ആൻഡ് ഓൾസോ വി ആർ വെരി ഹാപ്പി ടു ഡു ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പരിപാടി മുതൽ വലിയ പരിപാടി വരെ നമ്മുടെ രേവ കോളേജിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഞ്ചവത്രം പ്രൊഡക്ഷൻ. എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കാം. പഞ്ചവത്രത്തിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് യാത്ര ചെയ്ത് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കോഴ്സ് ഇവിടെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇനി ഒരു 3 മന്തും കൂടെ എനിക്കുള്ളൂ. എനിക്കിനി ഒരു ഡെസർട്ടേഷൻ സബ്മിഷൻ ഉണ്ടാവും, ഞങ്ങളുടെ എക്സാംസും പിന്നെ കോൺസേർട്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ. ഞാൻ പണ്ടൊരു വ്ളോഗ് ഇട്ടിട്ടില്ലേ, എൻ്റെ സീനിയേഴ്സിൻ്റെ കോൺസേർട്ട് കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരു എക്സാം പേപ്പറാണ്. നമ്മൾ ഇത്ര നാൾ പഠിച്ചത് നമ്മൾ പെർഫോം ചെയ്യുക സ്റ്റേജിൽ, കച്ചേരി പോലെ. അപ്പോൾ അതോടെ കഴിഞ്ഞ് എൻ്റെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ അവസാനത്തെ ഒരു പ്രോഗ്രാമാണ് രേവയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അവസാനത്തെ പ്രോഗ്രാമാണ്. അത് ഞങ്ങൾ ടീച്ചേഴ്സും എല്ലാവരും കൂടെ കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ലാസ്റ്റത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്, അതിനോടൊപ്പം തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കോളേജിലെ നാക്ക് വിസിറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാക്ക് എന്ന് പറയും ഇൻസ്പെക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പെർഫോം ചെയ്യാണ്. ഇത്തവണ ഭയങ്കര ഗ്രാൻഡായിട്ട് നമ്മൾ കഥകളിയും മോഹിനിയാട്ടവും കൂടെ ഉള്ളൊരു കോംബോ സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. ഭരതനാട്യം വേറെ, കുച്ചിപ്പുടി ഇത്തവണ ഇല്ല, മോഹിനിയാട്ടം ഭരതനാട്യമാണ് ചെയ്യണേ. അതിൽ മോഹിനിയാട്ടം നമ്മുടെ പണ്ടത്തെ കലാമണ്ഡലത്തിലെ അഷ്ടലക്ഷ്മിയുടെ ഒരു ഐറ്റമാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതിനെ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഇപ്പോഴത്തെ രീതിയിലേക്ക് കൊണ്ടുവന്ന് കഥകളിയൊക്കെ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് നമ്മൾ പെർഫോം ചെയ്യാണ്. അപ്പോൾ ഇപ്പം സമയം 11:51. എനിക്ക് കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെയാണ് നമുക്ക് ഡാൻസിന് എടുത്ത് വെക്കേണ്ടതെന്ന് അറിയാമല്ലോ. ഒടിയാണം, പിന്നെ എൻ്റെ ടെമ്പിളിൻ്റെ ഓർണമെൻറ്റ്സ് തുറന്ന് കാണിക്കാത്തത് എല്ലാം തുണിയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട്, എൻ്റെ മുകളിൽ എൻ്റെ കുപ്പിവള വെച്ചിട്ടുണ്ട്, വേറെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഈ ടെമ്പിളിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മളിതാ തുണിയിൽ പൊതിഞ്ഞാണ് ഉപയോഗിക്കുന്ന. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഹെഡ്സെറ്റ്, സൂര്യ, ചന്ദ്ര, മാട്ടി, ജുംക, പിന്നെതാ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇതൊക്കെ. മുക്കൂത്തി, പല്ലക്ക്, ഇങ്ങനെയുണ്ട്. ഇതൊക്കെ വയ്ക്കണം നാളെ. നല്ല ഭംഗിയുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ശ്രുതി ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബോക്സിൽ എനിക്ക് തോന്നുന്നു ഈ ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് വർഷങ്ങളായി. ഒന്നും ഞാൻ മാറ്റിയിട്ടുമില്ല, ഇനി മാറ്റത്തില്ല. എനിക്ക് അമ്മ വാങ്ങി തന്നത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ചെലങ്കയും അതുപോലെ തന്നെ ഒരു ബോക്സിലായിട്ട് വെച്ചിരുന്നു. ഇപ്പം ഞാനൊരു തുണിയിലേക്ക് അതാക്കി. ഇതൊക്കെ എനിക്ക് അമ്മ പണ്ട് ആക്കി തന്ന തുണിയാണ്, ഞാനൊന്നും മാറ്റിയിട്ടില്ല. ഇതെൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ വട. ഇവിടെ നമ്മുടെ നാട്ടിൽ പരിപാടി ചെയ്യുമ്പോൾ കോമ്പറ്റീഷനൊക്കെയാണ് ഒറിജിനൽ പൂ തന്നെ വെക്കണം. ഇവിടെ നമുക്ക് പ്രോഗ്രാംസിന് എപ്പോഴും മല്ലിപ്പൂ വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ അവൈലബിളും അല്ല. ഏർലി മോർണിംഗ് ഒക്കെ പോയിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കണം. അത്ര മെനക്കെടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഷോസിനെല്ലാം മോഹിനിയാട്ടത്തിന് നമ്മൾ നോർമൽ പ്ലാസ്റ്റിക് പൂ തന്നെയാണ് വെക്കുന്നത്. ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് വട വേണം. അപ്പോൾ അവൾക്ക് എൻ്റെ അത്ര മുഖത്തിന് വലിപ്പമൊന്നുമില്ല, ഉണ്ടമുഖമല്ല. അപ്പോൾ അവൾക്ക് ചെറിയ വട മതി. ശ്രുതിക്ക് വേണ്ടിയിട്ട് എടുത്ത വട. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ യൂപിൻ, സ്ലൈഡ്, ഇതൊക്കെ കാണിക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയേണ്ടതെന്ന് വെച്ചാൽ, കാരണം നാളെ അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. കുറേ പേർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റില്ലെങ്കിലും വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ പ്രോഗ്രാമിന് ഇടുന്ന, അതായത് കോമ്പറ്റീഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചോക്കർ സെറ്റ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇങ്ങോട്ട്. അതൊന്നും അമ്മ തന്നു വിടത്തില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് കൊളാബിന് വന്ന കുറേ എൻ്റെ നാളത്തെ ബ്ലൗസിന് മാച്ച് ആവുന്ന അങ്ങനെ കുറച്ച് സെറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഏതാണോ മാച്ച് ആവാച്ചാൽ അത് ഇടാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് മേക്കപ്പിൻ്റെ ബോക്സാണ്. എല്ലാ സാധനങ്ങളും ഇതിനകത്താണ് ഉള്ളത് കേട്ടോ. മോഹിനിയാട്ടത്തിൻ്റെ കോസ്റ്റ്യൂം എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മോഹിനിയാട്ടം കോസ്റ്റ്യൂമാണ്. കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി കോൺസേർട്ട് ആകുമ്പോഴത്തേക്കും പുതിയ ഒരെണ്ണം ചെയ്യണം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ബ്ലൗസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതെൻ്റെ പണ്ടത്തെ ബ്ലൗസ്. അത് ഞാൻ വളരെ മെലിഞ്ഞിരുന്ന സമയത്തുള്ള ബ്ലൗസാണ്. അപ്പോൾ എൻ്റെ കൈ കയറാൻ നമുക്കൊരു ബുദ്ധിമുട്ട് സ്വാഭാവികം. പരിപാടിയുടെ തലേന്നാകുമ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ അഴിക്കണം. അപ്പോൾ എൻ്റെ കൈയൊക്കെ അഴിച്ച് അതും കൂടെ എടുത്ത് വെച്ചാൽ എൻ്റെ പാക്കിങ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ നോർമലി നമുക്ക് വൈകുന്നേരം 6 മണിക്കാണ് കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് 8:30 എത്തണം. കാരണം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഉണ്ടാവണം, ഇൻസ്പെക്ഷൻ ഒക്കെ വരുന്നതല്ലേ.
അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അഴിക്കുക, അതും കൂടെ ആ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖനിദ്ര ശുഭനിദ്ര. അപ്പം നാളെ ഇനി കോളേജിൽ പോയിട്ട് കാണാം. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ ഏപ്രിൽ 1 തീയതിയാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ ഫുള്ളൊക്കെയാണ്, പ്രോഗ്രാമൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് പ്രോഗ്രാം ഇല്ലയെന്ന് പറയുമോ? അപ്പോൾ എന്താണ് എൻ്റെ മുഖത്തൊരു ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീറ്റത് വിത്ത് ദിസ്. എൻ്റെ ഈ ഷോൾഡർ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല, ചെറിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോൾ എനിക്കുള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ ഈ തീരെ പറ്റുന്നില്ല, നല്ല വേദനയുണ്ട്. അപ്പോൾ രാത്രി ഇട്ടിട്ടാണ് കിടന്ന്. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അതിട്ടു, കുളിച്ചപ്പോൾ നല്ലൊരു തണുപ്പുണ്ട് അവിടെ, പക്ഷെ എന്നാലും നല്ല വേദന. അങ്ങനെ ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 7:45, 8:30 കോളേജിൽ എത്തണം. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചത്തേക്കുള്ള പ്രോഗ്രാം ഡേ ആണ്, പക്ഷെ ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇനി പുറത്തുനിന്ന് കഴിക്കണ്ട, വെറുതെ പൈസ കളയണ്ട എന്ന് വിചാരിച്ചു. രാത്രി വരുമ്പോൾ എന്തായാലും ഇപ്പം ആരോഗ്യമെങ്കിലും ഉണ്ട്, രാത്രി വരുമ്പോൾ ജീവനേ ഉണ്ടാവില്ല. അപ്പോൾ രാത്രി വല്ലതും ഓർഡർ ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാം, സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാത്രമൊക്കെ കഴുകി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെർമിസിലി സേമിയാണ് കേട്ടോ, സേമിയ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫ്രൈഡ് ആണ്. ഉപ്പുമാവ് ഉണ്ടാക്കാം, എനിക്ക് വിശപ്പുണ്ട്, അപ്പോൾ കഴിച്ചിട്ട് പോകാം. ഇന്നലെ ഒരു പുതിയ കുട്ടി വന്നിട്ട് എനിക്ക് ദക്ഷിണയൊക്കെ വെച്ചായിരുന്നു. ഓൺലൈനിലാണ്, പക്ഷേ കുട്ടി ഇവിടെ ബാംഗ്ലൂരുള്ളതായതുകൊണ്ട് ഇവിടെ വന്ന് ദക്ഷിണ വെച്ചു. അപ്പോൾ ആ കുട്ടി പഴം അങ്ങനെ കുറേ സാധനങ്ങൾ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പഴം ഇന്നലെ അവിടെ വെച്ചിട്ട് ഞാൻ എടുക്കാനായിട്ടും മറന്നുപോയി. അപ്പോൾ അതിരിക്കുക, രാവിലെ പഴം കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് വറക്കട്ടെ. ഇത്രയും ഞാൻ എടുത്തു, ഒന്ന് മടക്കി വയ്ക്കാം. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ. തടിയുടെ സ്പൂൺ കഴുകിയിട്ടില്ല, എപ്പോഴും സിങ്കിൽ കിടക്കുവാണ്. എനിക്ക് വയ്യായിരുന്നു ഇതിൽ. തൽക്കാലം ഈ സ്പൂൺ വെച്ച് ഞാൻ ഇറക്കുക. എത്രത്തോളം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മാക്സിമം ശ്രമിക്കാം, കാരണം എടുത്തു തരുന്ന ആൾക്കാരെല്ലാവരും തിരക്കായിരിക്കും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, മാക്സിമം നോക്കാം കേട്ടോ. വറുത്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേഗം റെഡി ആവാം, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 7:50 ആയിട്ടുണ്ട്. എനിക്കൊരു 8:05 ആകുമ്പോഴേക്കും ഇവിടുന്ന് ഊബർ വിളിച്ച് പോകണം. അപ്പോൾ നമ്മുടെ തിളച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഇളക്കി കൊടുക്കണം എന്നാണ്, പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോഴേക്കും ഞാൻ ഇടുന്ന എല്ലാ ദിവസവും ഇടുന്ന ഷെയ്ഡൊക്കെ ഞാൻ ബാഗിൽ പാക്ക് ചെയ്ത്, വിനയിൽ ആണ് മെബിലിൻ്റെ. ഞാനിതൊക്കെയാണ് ഇടുന്നത്. ഇന്ന് ഒരുപാട് ഒരുങ്ങണമൊന്നുമില്ല കേട്ടോ. കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ്, ക്രീം ബ്ലഷ്. സ്വർണ്ണക്കമ്മലൊന്ന് മാറ്റണം, കാരണം പ്രോഗ്രാമാണ്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഗൈസ്. സ്വർണ്ണക്കമ്മൽ അഴിക്കുക, പ്രോഗ്രാമൊക്കെയാണ്, വെറുതെ അവിടെ ഇവിടെയും കൊണ്ട് കളഞ്ഞ്. എനിക്ക് അച്ഛനും അമ്മയും പിറന്നാളിന് വാങ്ങിച്ചു തന്ന കമ്മല. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ക്യാമറ ഫ്രെയിമെല്ലാം മോശമായിട്ടുണ്ട്. ഞാൻ മുടി വെറുതെ പോണിറ്റെയിൽ കെട്ടുവാണ്, കാരണം എനിക്ക് ടൈമില്ല. സമയം ഭയങ്കര വൈകി. സമയം വൈകിയാൽ ഇതിനൊരു കുറവും വരുത്തരുത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ടേസ്റ്റ് വല്ലതും ഉണ്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പേരുണ്ട് പ്രോഗ്രാമിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പെട്ടിയെ ട്രോൾ ചെയ്ത് പോയാൽ മതി, പക്ഷേ എനിക്ക് വയ്യ, ചുമതി പെടലി കൊണ്ട്. എൻ്റെ പുതിയ പെട്ടി കൂടെയാണ്. പുതിയത് എനിക്ക് ബർത്ത്ഡേക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ആ പെട്ടി എനിക്ക് നശിപ്പിക്കാനും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഊബർ ബുക്ക് ചെയ്യാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു. ഫ്രണ്ട് അറിയാമല്ലോ, ശ്രുതി അവിടെ ഊബർ ബുക്ക് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ക്യാമറയിലല്ല, ഇങ്ങനെ തന്നെ കാണിച്ചു തരാം. എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ ഉണ്ട്. ലഞ്ച് ബോക്സിലേക്ക് പകർത്തുക, എടുക്കുക, കൊണ്ടുപോവുക, ഉച്ചയ്ക്ക് മാക്കെന്ന് കടന്ന് കഴിക്കുക. ഞാൻ അപ്പോൾ ഇതൊന്ന് ലഞ്ച് ബോക്സിലേക്ക് ആക്കട്ടെ കേട്ടോ. വെയിറ്റ്. ഫുള്ളായി. ഞാനപ്പോൾ ഇതാ അടച്ചു വയ്ക്കുക. അപ്പോൾ മൈ ഉപ്പുമാവ് വാസ് റെഡി. അപ്പം ഞാൻ ഈ സ്പൂൺ കഴുകി ഈ സ്പൂൺ തന്നെ എടുക്കട്ടെ കൊണ്ടുപോകാൻ. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയായി. ഉപ്പാവാണ്. രാവിലെ ഇപ്പം എനിക്ക് ഇന്നലെ ദക്ഷിണ കിട്ടിയ പഴം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ കുട്ടികൾ നിരന്നിരിക്കുന്നു. നീയല്ല എന്ന് പറഞ്ഞേ, നമ്മൾ ഇതെങ്കിലും എടുക്കണോ? ചെയ്യിപ്പിക്കാതിരുന്നാ മതിയാവും. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ നിൽക്കുവാണ്. ഞങ്ങൾക്ക് 6 മണിക്കാണ് പ്രോഗ്രാം, പക്ഷെ ഞങ്ങൾ 8:30 വന്ന് ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുവാണ്. പെടലി കളിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാനും വയ്യ. അപ്പോൾ ഞങ്ങൾ മോഹിനിയാട്ടത്തിൻ്റെ ടീം എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരു ഹായ് കാണിക്കാമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. മൈ വ്ലോഗ് എന്നല്ല ഹായ് കാണിക്കുന്നത്. ഒന്നും ഇതിനകത്ത് വരുന്നില്ലല്ലേ. ഞാൻ പറയുന്നില്ല. This is Arya Parvati and this is the most gorgeous Devi in our team. ഞങ്ങളുടെ റൺ ത്രൂ ഇന്ന് നടക്കുന്നത് കൊമ്പ് ഓഡിറ്റോറിയത്തിലാണ്. കൊമ്പ് ഓഡിറ്റോറിയത്തെ ഓൾനോ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളവിടെ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് റിഹേഴ്സൽ ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഇവിടെ ചുമ്മാ ഒരു റൺ ത്രൂ നമ്മൾ നടത്തി. അത് എല്ലാവരും വളരെ ടയേർഡായിട്ട് മടിച്ചുകളെ പോലെ നമ്മൾ ചെയ്തത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായി ചെയ്യും അല്ലേ. നമ്മൾ നന്നായി ചെയ്യും. അത് കഴിഞ്ഞ് നേരത്തെ മേക്കപ്പിന് ഇരിക്കണം. ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മേക്കപ്പിന് ഇരിക്കണം. അതുകൊണ്ട് ശ്രുതി എന്റെ ബ്ലൗസ് തുന്നണം, കാരണം ഫുള്ള് സൈഡ് വിട്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതി. Are you ready to perform? Kodego. ഇങ്ങനെയാണ് എന്റെ എൻട്രി. കണ്ടിയാൻ ഡാൻസ് ഒക്കെ എന്റെ ദേവിയുടെ ഇങ്ങനെയാ സമയം എനിക്ക് വെച്ച് തരണേ പെട്ടെന്ന്. അല്ല ഏത് സിനിമയിൽ പറയത്തില്ലേ ക്യാൻറ്റീനിൽ വെച്ചിട്ട്, ഇതെന്താണ് ചേട്ടാ കോലം, ഓണമൊക്കെ അല്ലേ കുഞ്ഞേ. ക്ഷമിച്ചിരിക്കുന്നു ഞാൻ. കൊണ്ടുപോകും. ഓക്കെ, പറയാനുള്ളത് പറയൂ ആര്യ പാർവതി. ഇവിടെ നല്ല ബാംഗ്ലൂരിലെ വെതറിനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാനിവിടെ റിപ്പോർട്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണുള്ളത്. കിടക്കാൻ പറ്റുന്നില്ല. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 3-4 പ്രാവശ്യമാണ് നമ്മൾ കുളിക്കുന്നത്. മാഡം വരും. എങ്ങനെയുണ്ട് ബാംഗ്ലൂരിൽ ഇവിടുത്തെ ചൂട്? എങ്ങനെയുണ്ട്? നല്ല രസം, നല്ല ചൂടല്ലേ. നമുക്കെന്താ പോവാ. ഇതൊക്കെ പരനാട്ടത്തിന്റെ പ്രോപ്പർട്ടീസ് ആട്ടോ. ഇല്ല, ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു പൂമാലയാണ്. പൂമാല
അത് ഒതന്റിസിറ്റി പോകും. വൃന്ദാവനല്ല, ഗൗരവ് സാർ. അപ്പോൾ അത് പറഞ്ഞ സാധനം ഒതന്റിസിറ്റി പോകുന്നത് കൊണ്ട് ഒത്തന്റിസിറ്റി പൂമാല ഇല്ല, ഒഴിവാക്കി. ഈ കൊട വേണേ പിടിക്കാൻ കഥകളി വരുമ്പോ ബാക്കിൽ ഒരാള് ശരിയാണ്. ആശാൻ കൊല്ലും. ഞങ്ങൾക്ക് മോഹിനിയാട്ടത്തിലുള്ള വെറൈറ്റി പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി കണ്ടിട്ട് എന്റെ നാട്ടില് പൂരം. എടി ഞാൻ നീ ബാക്കിൽ നിൽക്കാം, ബാക്കിൽ. Come on. നീ തമ്പ്രാന്ന് പറഞ്ഞു. ഇവിടെ ഈ അരി ഒന്ന് കൊത്തിയിടൂ. ഫൈനലി ഞാൻ നമ്മുടെ ഫുഡ് കോർട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ വലിയൊരു ഫുഡ് കോർട്ടാണ്. ഞാൻ കോഫി കുടിക്കാൻ എൻ്റെ സ്ഥിരം സ്പോട്ട് കോഫി സ്പോട്ട് ഇതല്ല, മാഗി പോയിൻ്റ് ആണ്. പക്ഷേ എല്ലാവർക്കും ഫുഡ് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മാഗി പോയിൻ്റ് പോയില്ല, ഫുഡ് കോർട്ടിൽ തന്നെ വന്നത്. വെജിറ്റേറിയൻ സെക്ഷനാണ്. ഫുഡ് കോർട്ടൊക്കെ നമുക്കൊരു കോളേജ് ടൂർ നടത്തിയിട്ട് കാണിക്കാനുള്ളതുണ്ട്, അതുകൊണ്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ദോശ, മൈസൂർ ദോശ ഒക്കെ വാങ്ങിച്ചു. ഞാൻ പക്ഷേ ഉപ്മാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കോഫി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ കോഫിയൊന്നും കുടിക്കുന്ന ആളല്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം കഴിച്ചു തുടങ്ങി. വർഷങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ 3 വർഷമായിട്ട് നമുക്ക് മെയിൻ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് നമുക്ക് കുവംപു ഓഡിറ്റോറിയം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറുവാണ്. എല്ലാ ദിവസവും പ്രാക്ടീസ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് റിഹേഴ്സൽ. പക്ഷേ ഇന്നിപ്പോൾ എന്താ പറയുക, പ്രാക്ടീസ് സാരിയുടെ ആവശ്യമില്ല, നമുക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും എടുത്തില്ല, പറഞ്ഞിരുന്നില്ല വേണം നിന്ന്. അപ്പോൾ അതുകൊണ്ടൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ബാക്ക് ഡോർ അവിടെയാണ്, അതിലേക്കൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. ഞങ്ങളിപ്പോൾ അവിടെ എന്താ പറയുക, ശ്രീലങ്കൻ ആർട്ട് ഫോമിൽ നാക്വറിൻ്റെ വിസിറ്റ് ആയതുകൊണ്ട് അവിടെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മളിവിടെ ചെയ്യണം. വിസിറ്റിന് ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ ശ്രീലങ്കൻ ആർട്ട് ഫോം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹിനിയാട്ടം, ഭരതനാട്യം, ശ്രീലങ്കൻ ആർട്ട് ഫോം, യക്ഷഗാനമാണ് ഇത്തവണ പെർഫോം ചെയ്യണേ. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയിട്ട് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്ത വീഡിയോ അല്ല, അതിൻ്റെ തലേന്നുള്ള ലൈറ്റ് റിഹേഴ്സലാണ്. ആ നടുക്കത്തെ പൊങ്ങി വരുന്ന ദേവി ഞാനാണ്. ഓരോ ലക്ഷ്മിമാരുണ്ട്, എല്ലാവർക്കും ഓരോ ദേവിമാരുടെ റോളുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്ന മഹാലക്ഷ്മി ഞാനായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ പോർഷൻ എടുത്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ എല്ലാവരും പ്രാക്ടീസ് സാരി അല്ലാത്തതുകൊണ്ട് കാണിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് സാരി കൊടുത്ത് എല്ലാവരും ബ്ലാക്ക് ഇട്ട് വന്ന വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ കലാമണ്ഡലത്തിലൊരു പാട്ടായിരുന്നു, ശംഖുചക്ര നനാദേവി, അങ്ങനെ ഒരു അഷ്ടലക്ഷ്മിയുടെ പാട്ടായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. സ്റ്റേജിൽ മോഹിനിയാട്ടം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റിഹേഴ്സലിൻ്റെ വീഡിയോ. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് പോവാം. ഹലോ, അപ്പോൾ നമ്മൾ ചുരിദാറിൽ നിന്നൊക്കെ മാറി ഫേസ് വാഷ് ഒക്കെ ചെയ്ത് മേക്കപ്പിന് ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് മോഹിനിയാട്ടം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടയൊക്കെ കെട്ടണമെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം വേണം. അപ്പോൾ ഞാൻ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു.
അപ്പം നമ്മൾ മേക്കപ്പ് തുടങ്ങാൻ പോവാണേ. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണേ. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം. ഞാൻ കട്ടി കൊടുക്കും. ഷാർപ്പൊക്കെ എൻ്റെ ഫുള്ള് കഴിഞ്ഞു. പക്ഷേ ഇനി ഫുള്ള് കുറേ സാധനങ്ങൾ ചെയ്യണം. ഞാനേ വരയ്ക്കണേ ഉള്ളൂ. ഐലൈനർ വെച്ച് നീ ഷാർപ്പ് ചെയ്തോണം. ഞാൻ ഇതുപോലെ ഒന്ന് മാറി വൃന്ദാവൻ ഡിപ്പാർട്ട്മെന്റിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്റെ ബ്ലോഗ് കാണുന്നവർക്ക്
അമ്മ പറയുന്നുണ്ട്, ഞാൻ കേൾക്കൂല. കുറച്ചുകൂടെ ഇറക്കടാ. എന്തിനാണ് അവിടെ കൊണ്ട് വെക്കണ ശ്രുതി? നല്ല ഷേപ്പ് ഉണ്ടോ എനിക്ക്? Dog. थोड़ा इंग्लिश सबटाइटल डालना। ഇല്ലടാ, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പ്ലെയിൻ ആയല്ലോ മൊത്തത്തിൽ. ഒരു മാല കൂടി ഉണ്ട് കേട്ടോ. കാശിമാല, കാശിമാല, കുപ്പിവട. കുപ്പിവള. ചില ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇതിൽ നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒപ്പി എടുക്കുന്നുണ്ട്, ഒപ്പി. I think I need a brighter മാല. ഞാൻ അതെല്ലാം പറഞ്ഞു. ഓക്കെ ഓക്കെ, പീസ് പീസ്. 100% ഷുവർ. നല്ല രസമുണ്ട്. നീ എന്നോട് മിണ്ടുന്നിട്ട്. അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. കഥകളിക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാം. വീഡിയോ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെർഫോമൻസ് ഗംഭീരമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞില്ലേ? സൂപ്പർ ആക്കി. മേക്കപ്പ് ഞങ്ങൾ തുടച്ചു, അതുകൊണ്ടാണ് ഒറിജിനൽ കോലമൊക്കെ. ലിപ്സ്റ്റിക് ഇട്ട് പിന്നെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും തോന്നിയ ദിവസം ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഈ കഥകളിനെ കൊണ്ടാണ് ഞങ്ങൾ പോകാൻ പോണത്. എന്താണ് അതുകൊണ്ട് കേരള ഹോട്ടലിൽ തന്നെ കയറാൻ ഞങ്ങൾ വിചാരിച്ചു. ദൈവമേ. അപ്പൊ ശരി, വി ആർ സൈനിങ് ഓഫ് ഫ്രം രേവ യൂണിവേഴ്സിറ്റി. ബൈ.